സ്വന്തം മകളെ ഇല്ലാതെയാക്കിയ ഉപ്പ പോലീസുകാരോട് പറഞ്ഞ വാക്ക് വല്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കാണ്. ഈ അടുത്ത് മഞ്ചേശ്വരത്ത് നാം കേട്ടൊരു വാർത്ത, പൊന്നുമോൾ അല്ലേ സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് മക്കൾക്ക് എപ്പോഴും ഈ മാതാപിതാക്കളും കുടുംബങ്ങളിങ്ങനെ കലഹിച്ചിരിക്കുന്നു. ഒന്നും സഹിക്കാനോ ഉൾക്കൊള്ളാനോ അത് കാണാൻ അവരെ കൊണ്ടുപോയ അവർ ഏത് സമയത്തും മാതാപിതാക്കൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ അത് ഇല്ലാതെയാക്കി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതൽ ഉള്ളത്. ഈ ജുമൈൽ അങ്ങനെയാണ്. അവൾ സ്കൂൾ കഴിഞ്ഞ് അവളെ വൈകുന്നേരം വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോൾ അവിടെ കാണുന്ന ഒരവസ്ഥ, വാപ്പ ഇങ്ങനെ കുടുംബക്കാരോട് തർക്കിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. ഇത് കണ്ട ഉടനെ ഇത് അപകടമാണ് എന്നറിഞ്ഞ മകൾ നേരെ വാപ്പയെ, കാരണം വാപ്പ ഞാൻ പറഞ്ഞാൽ തീർച്ചയായും വാപ്പ ഇത് ഒതുങ്ങി നിൽക്കുമെന്ന് മകൾ വിചാരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തയാണ്. നോക്കൂ, ഓരോ ക്രൈം നടക്കുന്നത് നമുക്ക് പലതും പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ഇങ്ങനെയുള്ള ക്രൈമുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് പൊന്നുമോള് ഒരിക്കലും വിചാരിക്കാതെ, അതല്ലാതെ അവർക്ക് ഒരു മോളാണ്, ഏക മകളാണ് ഈ ജുമൈല എന്ന് പറയുന്ന 18 വർഷമുള്ള ഈ പൊന്നുമോൾ. ജുമൈല വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ അവസാനത്തെ യാത്രയാണ്, ഇനി ഞാൻ സ്കൂളിലേക്ക് മടങ്ങി വരില്ല, ഇതിൻ്റെ അവസാനത്തെ സ്കൂൾ ദിവസമാണ് എന്ന് വിചാരിച്ചു പോലും ഉണ്ടാവില്ല. തൻ്റെ സുഹൃത്തുക്കളോട് കളിച്ചും രസിച്ചും വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് സന്തോഷത്തിലൊന്ന് കിടന്ന് ഉറങ്ങാനിട്ട് വന്ന മോള് വീട്ടിൽ പോലും കിടന്ന് ഉറങ്ങാൻ പറ്റാതെ പച്ച മണ്ണിൽ കിടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതുപോലും ഉണ്ടാവില്ല. നോക്കൂ, ഈ പിതാവിനോട് പോലീസുകാർ ചോദിക്കുന്നത് സ്വന്തം മകളെ അത് എങ്ങനെ സാധിച്ചു? അപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ വാക്ക് ഇത്ര ഗൗരവം എന്തെന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില പ്രവൃത്തികളുണ്ടല്ലോ, അത് നമ്മെ എത്രത്തോളം ദുഃഖഭരിതമാക്കും എന്നതിനൊരു തെളിവാണ്. ഇത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് ഗൗരവമാണ്, എപ്പോഴും എന്നും ഇത് ഓർമ്മയിൽ വേണം. ഒരു ക്രൈം നടക്കുന്നത് ചില സാഹചര്യങ്ങൾ അത് ഉണ്ടാക്കി വെക്കുന്നതാണ്. അതിനൊരു ഉദാഹരണയാണ് ഈ ജുമൈലയുടെ മരണം. തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഒരേ പുത്രിയാണ്, വേറെ മക്കളൊന്നുമില്ല അവർക്ക്. അവൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്. ഒറ്റ മകളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുമല്ലോ. ഇദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു. ഭാര്യ അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയും ചെയ്തു. അത് വിടാനൊക്കെ തീരുമാനമെടുത്ത ആളാണ്. അവസാനം ഭാര്യ ഇത് നിർത്തുന്നില്ല എന്ന് തോന്നുമ്പോൾ ത്വലാഖിന് വരെ ശ്രമങ്ങൾ നടന്നതാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജുമൈലയുടെ സഹോദരി, ജുമൈലയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് ഷേഖബ്ബ തൻ്റെ കാലിൽ മുറിവേറ്റിട്ട് പോലും അതൊന്നും വകവെക്കാതെ ആ പൊന്നുമോളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ ഓടിയത്. ഇത് സഹിക്കാൻ പറ്റാതെ പിതാവ് പറഞ്ഞു പോലീസുകാരോട്, ഈ കൊല എന്തിന് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഇത്തരം ക്രൂരനാക്കാനുള്ള കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പൊന്നുമോൾ, അതുപോലെ എൻ്റെ പൊന്നു ഭാര്യ, അതുപോലെ എൻ്റെ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയതെന്ന്. മകളെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല. ഫാറൂഖ് എന്ന് പറയുന്ന ജുമൈലയുടെ വാപ്പ പറയുന്നത്, എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് ഷേഖബ്ബ, ഞാൻ സമ്പാദിച്ച സമ്പത്ത് ഒരുപാട് ദുരുപയോഗം ചെയ്തു.
അത് വല്ലാത്ത പകയായിരുന്നു എനിക്ക്. അത് വിട്ടാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എനിക്കെൻ്റെ മകളും എൻ്റെ ഭാര്യ നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അവർ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ. ആ ദേഷ്യം വരുമ്പോൾ അദ്ദേഹം എടുത്ത ആ ഒരു പ്രവൃത്തി കൊണ്ട്, അതാണ് ഈ ദേഷ്യം എന്നുള്ളത് മനുഷ്യനെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയ ശക്തനെന്ന് പറഞ്ഞാൽ, ദേഷ്യം വരുമ്പോൾ കൽബിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. കുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ എന്നാണ് മുത്തായ റസൂൽ പറഞ്ഞത്. അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ തീരണം. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ തീരുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ശക്തിയുടെ ഇടയാനം. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അപകടം ആർക്കാണ് സംഭവിക്കുന്നത്? നിയന്ത്രിക്കാത്തവനിക്ക് തന്നെ അത് സംഭവിക്കും. അവൻ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. നോക്കി, ഇയാളുടെ ദേഷ്യം ഇയാൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ മകൾ നഷ്ടപ്പെട്ട്, ഭാര്യ, കുടുംബം എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്ന് ജയിലിലായി. തൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പൊന്നുമോൾ ഖബറിലായി. എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു, എൻ്റെ ഭാര്യ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാണിച്ച ശ്രമം അവസാനം എത്തിയതോ? അല്ലാഹുവിൻ്റെ തീരുമാനം അത്ഭുതമാണ്. അതേ സമയത്ത് നമുക്ക് മാധ്യമങ്ങൾ കണ്ട ഒരു വാർത്ത, വല്ലാത്ത ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്ന വാർത്ത. നുസുൽ കരീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റിയാദിൽ, അദ്ദേഹം റിയാദിൽ കാട്ടം അടിച്ച് വാറുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വൃത്തിയാക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു സ്വർണ്ണക്കടയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു ദൃശ്യം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ സ്വർണ്ണക്കടയിൽ കയറാനുള്ള സ്റ്റേറ്റസ് പോലും ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ, എന്തിനാണ് അവിടെ അങ്ങനെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം, ആ സ്വർണ്ണമാല കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ച് നിന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങളും ആ സ്വർണവുമെല്ലാം വാങ്ങിക്കൊടുത്ത ഒരു വാർത്ത നാം കേട്ടു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ സംതൃപ്തനായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ജോലിയിൽ അല്ലാഹുക്ക് നന്ദി ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. തനിക്ക് കിട്ടുന്ന ആ ഭക്ഷണത്തിൽ നിന്ന് പൂച്ചകളോട് കരുണ കാണിച്ചിരുന്നു. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്മാനമാണ്. അദ്ദേഹത്തിലേക്ക് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ആഗ്രഹിച്ച സ്വർണങ്ങളും എല്ലാം കിട്ടി. അതാണ് നാം എപ്പോഴും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചതുപോലും ഉണ്ടാവില്ല. കാരണം ഇത്രയും തുക സ്വരൂപിച്ച് ഇങ്ങനൊരു സ്വർണം വാങ്ങി എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനോ എൻ്റെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാനോ എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചതുപോലും ഉണ്ടാവില്ല. അള്ളാഹു എല്ലാം സാധിപ്പിച്ചു കൊടുത്തു. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തത്. ആ റിയാദിൽ ഏറ്റവും സമ്പന്നനായ ചെറുപ്പക്കാരൻ ഇയാളെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തു. പിന്നാലെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സഹായമാണ്. ചില സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചിലപ്പോൾ വല്ലാത്ത വേദനിപ്പിക്കുന്ന സംഭവം നടക്കാറുണ്ട്. നാം എപ്പോഴും നന്ദിയുള്ളവരും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ആര് പരിഹസിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടിയെല്ലാം പൊരുത്തു കൊടുക്കണം. ആ ചെറുപ്പക്കാരൻ പരിഹസിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ അയാൾ അള്ളാഹു സ്വീകരിച്ചു. നമ്മെ പരിഹസിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് പലരും വരും. അതിലേക്ക് നാം തീരുമാനമെടുത്ത് അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ഒരാൾ നമ്മോട് എന്തെങ്കിലും പ്രതികാരം ചെയ്താൽ അതിനെ അദ്ദേഹത്തിനെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതെയാക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തി ഒരിക്കലും നാം ചെയ്തു പോകരുത്. ഒരാളെ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ ലോകത്തുള്ള മൊത്തം ജനങ്ങളോട് ചെയ്ത ക്രൂരത എന്നാണ് വിശുദ്ധ ഖുർആനിലേക്ക് പഠിപ്പിക്കപ്പെടുന്നത്. നോക്കൂ, തൻ്റെ പ്രിയപ്പെട്ട മോൾ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച വാപ്പാക്ക് എല്ലാം നഷ്ടപ്പെട്ടു. നന്ദിയുള്ള മനുഷ്യനായി ജീവിച്ചൊരു മനുഷ്യനിക്ക് അള്ളാഹു എല്ലാം കൊടുത്തു. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. നാം നല്ല ജീവിതം നടത്തിയാൽ അള്ളാഹു നല്ല ഒരു അവസരവും എല്ലാം അള്ളാഹു നമുക്ക് ഒരുക്കിത്തരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ആ പൊന്നുമോൾ ജുമൈലാക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അതുപോലെ ഷേഖബ്ബയുടെ കാലിൽ തുടയിലേക്ക് ഏറ്റ മുറിവ്, അതിൻ്റെ തീവ്രത കൊണ്ട് ഷേഖബ്ബു മരണപ്പെട്ടെന്ന വാർത്ത കേട്ടത്. അതുപോലെ ജുമൈല ആ സമയത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ്. ഹൃദയധമനിയിലുണ്ടാക്കിയ അഗാധമായ മുറിവാണ് മരണത്തിൻ്റെ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇരുവർക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മെല്ലാവരും സൽസ്വഭാവികളെ കൂട്ടത്തിൽ ദേഷ്യം നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ അള്ളാഹുവിൻ്റെ തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.